അതീജ എന്നോടൊരു ചായ ചോദിച്ചിട്ട് സമയം എത്രയായി? കൊണ്ട് വരുന്നിക്ക. എന്നോടൊരു ചായക്ക് ഒത്തിരി സമയം എത്രയായി അതീജ? നിങ്ങളെന്നാ പറയുന്നിക്ക? പറഞ്ഞ പാട് ചായ ആക്കി തരുന്ന അത് റോബോട്ടാ. വെള്ളം തളിച്ച് ചായ ആക്കൊന്നും വേണ്ട. റാഷി എണീറ്റാ? ഏടെ എണീക്കാനിക്ക. ഇന്നലെ മൂന്നിക്ക് എത്ര മണിക്കാവും കയറി വന്നിനി. മുമ്പി വിളിക്കാൻ പോയിട്ടുണ്ട്. എന്താ മൂബി എനിക്ക്? നിങ്ങളെല്ലാം മറന്നാ? ഇന്നലെ ഐഷ് വരുന്നേ പെണ്ണിനെ കൂട്ടാൻ പോണില്ലേ? ഓള് വല്ല ബസ്സിലും വന്നോളും മൂബി. ഞാൻ പോണോ? ഇങ്ങള് പോണം. അനക്കൊന്നും വയ്യ പോവാൻ. മഴയൊക്കെ എണീറ്റോ? ഇല്ല ഞാൻ ഉമ്മച്ചിനെ വിളിക്കുവേ. മുബീനാ നോ വേണ്ട, ഞാൻ തന്നെ പൊക്കോളാം. അങ്ങനെ വൈക്ക് വാ എന്റെ മാപ്പിള. തായ്ക്ക് വരുമ്പോ കൊച്ചിനും കൂടി എടുത്തേ. എന്നാ പിന്നെ വൈകുന്നേരം ഞാൻ പൊക്കോളാം കൂട്ടാൻ. പിന്നെ ഇവൾ എണീപ്പിക്കാൻ തന്നെ അവളെ 1 മണിക്കൂർ. ഞാൻ അവളെ കൂട്ടാൻ പോണ്ടേ? എന്നാ നിങ്ങള് പൊക്കോളി, ഞാൻ എണീപ്പിച്ചോളാം. തള്ളി കിടക്കാൻ മോളം നോക്കാം. നിങ്ങളിപ്പോ എന്തെങ്കിലും പറഞ്ഞേക്കാ? ഇല്ല, ഞാൻ പോയി റെഡി ആവട്ടെ എന്നാ പറഞ്ഞേ. ഉപ്പച്ചി ഞാൻ എന്നാ പോയിട്ട് വരുന്നേ. എടാ റാഷിക്ക് ഇയാടേക്ക് ഇത് കുറച്ച് പച്ചക്കറിയുടെ ലിസ്റ്റാ. പോരുമ്പോ ഇത് മേടിച്ചോ. പോകുമ്പോ ജൂനിയനും കൂടി കൂട്ടിക്കോ. അതിന് ഓനോടല്ലോ ഉമ്മച്ചി. ഓനെന്റെ ബാപ്പച്ചിന്റെ പുരക്ക് പോയിക്കണ്. നാളെ അവന്റെ മൂത്തപ്പന്റെ മോളെ പുരക്കൂടില്ലല്ലേ. ഞാനതങ്ങ് മറന്നു പോയിക്കണ്. എന്തായാലും നിന്റെ കൂടെ തിരിച്ചു വരുമ്പോ പെണ്ണ് ഉണ്ടാവൂലോ. നീ പുരക്ക് തിരിച്ചു വരുമ്പോ വാങ്ങിയാ മതിയടാ. ശരി ഉമ്മ. ഹലോ ഐഷു, ഈ ഏടെ ഉള്ളേ? അന്നിങ്ങാത്ത് ഞാൻ എത്ര നേരമായിട്ട് നിക്കണ്. ഞാൻ എത്തിക്കണ്. ഈ ഏടെ? റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത്. തേങ്ങ, ഞാൻ കരുതി നീ ഇതിന്റെ ഉള്ളിലാണെന്ന്. ഞാൻ വരുന്നു. എടാ ശൈത്താനെ, എനിക്കെന്താണ് ഉള്ളിൽ വന്നാല്? പിന്നെ ഉള്ളിൽ കയറുന്നത് ഷോപ്പിംഗ് മാളല്ലേ? പോവാ. പിന്നെ മാർക്കറ്റിൽ പോണം. മാർക്കറ്റിലോ? വരൂല. എന്നാ ഈടെ നിക്ക്, ഞാൻ പോയി സാധനം വാങ്ങിട്ട് വരാം. എന്നെ കൂട്ടിട്ട് പോവാ. വേണ്ട, ഞാൻ വരുന്നു. ഇതന്നെയല്ലേ ഞാനും ആദ്യം പറഞ്ഞേ. ഈ ചിലക്കാണ്ട് വണ്ടി എടുക്ക റാഷിക്കേ. റാഷിക്കോ? ഇക്കാന്ന് വേടി. സോറി, വണ്ടി എടുക്ക. That's my girl. ബാപ്പച്ചിന്റെ മോൾ എണീറ്റാ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ചാപ്പി. ദീദി ടിച്ചാപ്പിക്ക് ഒരുപാട് മുട്ടായി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. എന്നാ ഈ തിന്നണ്ടടി, ഞാൻ ആർക്കെല്ലാം കൊടുത്തോണ്ട്. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. ശരി, ഞാൻ നാത്ത് പോട്ടെ. ഉള്ള മുട്ടയും മുതൽ നിന്നിട്ട് പയ്യ ഉമ്മച്ചി പല്ലവനെടുത്തെന്ന് പറഞ്ഞ് ഈ എന്റെ അടുത്ത് വരണ്ടേ. ഈ ഉമ്മച്ചീനെ കൊണ്ട് ഞാൻ തോറ്റു. ബാപ്പച്ചി എനിക്ക് ഉമ്മച്ചിനെ ഇഷ്ടമല്ല. ഉമ്മച്ചിനെ ഡൈവാഷ് ആക്ക് ബാപ്പച്ചി. എന്തെന്ന്? ഡൈവാഷ് ചെയ്യാന്. ലത്ത്. ശരിയാ, ഞാനും അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുക. വന്ന് എന്റെ ഉമ്മച്ചീന്റെ സ്വഭാവം വല്ലാണ്ട് പോരാ. രാത്രി രണ്ടും കൂടി അനിടത്തില്ലേ കിടക്കാൻ വരാ. ബാക്കി അപ്പ പറയേ. അപ്പൊ ഇന്ന് കിടത്തം പുറത്ത്. ശരിയാ ബാപ്പച്ചി, ഉമ്മച്ചിന്റെ ഷോപ്പിടേണ്ടി വരും. അതെ, നമുക്ക് രാത്രി ഷോപ്പിടേ. അയ്യടാ, രാത്രി ഞാൻ സോപ്പിട്ടോളൂ. നീ വേണമെങ്കിൽ ഇപ്പൊ സോപ്പിട്ടോ. ബാപ്പച്ചി മോശം. ഉമ്മച്ചി എന്താ ഇഷ്യൂ ഇത്? നീ ആകെ മെലിഞ്ഞു പോയിക്കണല്ലോ.
എന്റെ മോൾ ഇവിടുന്ന് മാറി നിൽക്കുമ്പോഴത്തേക്ക് ആളാകെ മാറിപ്പോയിക്കുന്നു. എന്റെ ഉമ്മച്ചി, ഞാൻ ആകെ 6 മാസല്ലേ ഇരുന്ന് മാറി നിന്നോളാം. ഇടക്ക് ഞാൻ ഏടെ മാറി. എന്റെ ഐഷുക്കുട്ടി, ഈ പോയ 6 മാസം എന്റെ ഉമ്മച്ചിക്ക് ഒരു 6 വർഷം പോയായിരുന്നു. ദിവസം എന്റെ ചെടിന് സൗകര്യം തരൂല. മോളെ കുറിച്ച് തന്നെ ചിന്ത. നീ കഴിച്ചോ, നീ കുളിച്ചോ, നീ ഉറങ്ങിയോ, നീ കോഴ്സിന് പോയോ, നീ തിരിച്ചു വന്നോ എന്നൊക്കെ ചോദിച്ച് എനിക്ക് തയ്യല സൗകര്യം തരൂല എന്റെ ഉമ്മ. നിങ്ങളൊന്നും പറയണ്ടിക്ക. എന്റെ കുട്ടികൾ എത്ര വലുതായാലും എനിക്ക് കുഞ്ഞു മക്കളെ തന്നെയാ. അന്നെ അങ്ങനെ കൊച്ചാക്കല്ലോ ഉമ്മച്ചി, അനപ്പൊരു കൊച്ചായി. എനിക്ക് പോടാ അവിടുന്ന്. നിങ്ങൾ എന്താ വെച്ചാ ചെയ്തോ, ഞാൻ പോയി കിടക്കട്ടെ. ബാപ്പച്ചി, എനിക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങണമായിരുന്നു. നീ കകനി കുട്ടി പൊക്കോടി. എന്നൊരു കാര്യം ചെയ്യാം പാപ്പച്ചി, നമുക്ക് എല്ലാവർക്കും കൂടി പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാം. ഡിന്നർ വെളിയിൽ നിന്ന് കഴിച്ചാ പോരെ? എന്നാ പിന്നെ അങ്ങനെ ചെയ്യാല്ലേ? എന്നാ എല്ലാരും വേഗം പോയി കീഞ്ഞോളി. അതെ, പോന്നെല്ലാം കൊള്ളാം. ആരെയും ഇനി ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുന്നത് ഞാൻ കണ്ടാല് വല്ലപ്പോഴല്ലേ താത്ത പുറത്തേക്കൊക്കെ പോന്നെ. അപ്പൊ തിന്നെന്ന് വെച്ചാൽ എന്തുണ്ടാവാനാ? അതെ, വല്ലപ്പോഴേ പുറത്തു പോകുന്നുള്ളൂ. പക്ഷെ എന്റെ പുഞ്ഞാരങ്ങളെ ദിവസം ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിന്. ജലദോഷം ഇവക്ക് നേരില്ല. ആ ബെസ്റ്റ്. എന്നോട് പറയണ മുളക് തിന്നാൻ പറഞ്ഞിനി. പിന്നെ പച്ചക്കളറിലല്ലേ ഇപ്പൊ ചിക്കൻ കൊണ്ടുവച്ചിനി. അതെ, നാളെ നേരത്തെ എണീക്കേണ്ടതാണ്. നാളെ പുഴയക്കൂടലിന് പോണ്ട ഞങ്ങൾ ഓർമ്മയാണ് എല്ലാത്തിനും. പോയി കിടന്നാട്ടെ എല്ലാരും. പുരക്കൂടലാ? ആരെ പുരക്കൂടലാ പാപ്പച്ചി? ഓ, ഈ അത് അറിയില്ല അല്ലേ? നമ്മുടെ ജുനൈദിന്റെ മൂത്താപ്പന്റെ മോള് പുരക്കൂടലടി നാളാ. മോളെ ഐഷു, ഈ ഇന്ന് ദീദിയുടെ കൂടെ കിടന്നോ? അത് ദീദി പറഞ്ഞിരുന്നു ഇന്ന് ഐഷു ഓളപ്പനം കിടന്നോട്ടെ, കൊറേ നാള് ശേഷം വന്നില്ലേന്നൊക്കെ. അപ്പൊ ഈ പോയില്ലെങ്കിൽ ദീദിക്ക് സങ്കടാവൂലേ? അവളെ ഐഷു കൊണ്ടുപോയിടി. കൊണ്ടുപോയതോ അതോ പോപ്പിച്ചതോ? ഇങ്ങോട്ട് വാടി. കയ്യിന്ന് വിട്ട റാഷിക. എന്താടി പെണ്ണെ, എനക്ക് രാവിലെ ഡിവോഴ്സ് ആക്കുന്ന് പറഞ്ഞപ്പോ സങ്കടായ? അറിഞ്ഞിട്ടെന്തിനാ? എടി, ഞാനതാ കൊച്ചിന്റെ കൂടെ നിന്നെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടോ ഇനി? ഉണ്ടെങ്കിൽ റാഷിക, ഇനി എങ്ങോട്ടാ? എനിക്കറിയില്ലേ. മാറി നിന്ന് റാഷിക. ഇല്ലെങ്കിൽ ഇത് മാറ്. ഇല്ലല്ലോ. ഇനി നിങ്ങൾ ഒരു ഉദ്ദേശം നടക്കൂലിക്ക. ആ കട്ടില്ലാരെ ഉറങ്ങുന്ന നോക്ക്. ഇതെപ്പാ കയറി വന്നേ? അല്ല, ആരൊക്കെയായത്? അസ്സലാമു അലൈക്കും. വാ വാ വാ. വാലേക്കും അസ്സലാം. നീ എപ്പോഴാണ് ഐഷു വന്നത്? ഞാൻ ഇന്നലെ എത്തുമ്മ. ബാപ്പച്ചി, നിങ്ങളെ മൂത്താപ്പ വിളിക്കുന്ന. ആ ജുനീദേ, എന്റെ പണിയൊക്കെ ഇപ്പൊ എങ്ങനെ പോന്നടാ? ആ, കൊഴപ്പില്ല പാപ്പച്ചി, നന്നായി പോണു. എടാ, അവളിപ്പോ ഓക്കെ അല്ലേ? എന്തിപ്പോ അങ്ങനൊരു ചോദ്യം? എന്തോ അവളെ കണ്ടപ്പോ അങ്ങനെ. പക്ഷെ നീ അന്ന് അങ്ങനെ പറഞ്ഞോണ്ടാ ഓളെ നീ നിലയിലെത്തിയത്.
അല്ല ഓളിപ്പോ എന്താ പഠിക്കുന്നേ? MBBS കഴിഞ്ഞു, ഇപ്പൊ ഒരു 6 മാസത്തെ കോഴ്സ് കഴിഞ്ഞ് ജോബിന് വേണ്ടി നോക്കുക. ഓ, അവൾക്കിപ്പോ എന്നോട് ദേഷ്യം ഉണ്ടോടാ? അത് നീ എന്നോട് ചോദിച്ചിട്ടെന്താടാ കാര്യം? ഓളോട് ചോദിക്കടാ. ഐശു, എനിക്കിപ്പോൾ ഓളോട് ദേഷ്യമുണ്ടാ? അനക്കാരോടും ദേഷ്യമൊന്നുമില്ല കാക്ക. നമ്മളെ വേണ്ടാന്ന് പറഞ്ഞ ഒരാളെ നമുക്കും വേണ്ട. നമ്മൾ സ്നേഹിക്കുന്നത് നമ്മൾ തിരിച്ച് സ്നേഹിക്കണമെന്ന് വാശി പിടിക്കാനൊന്നും പറയത്തില്ലല്ലോ. മതി മതി, നീ വന്ന് ഫുഡ് കഴിച്ചേ. നീ ജോബിന് ആപ്ലിക്കേഷൻ കൊടുത്തോ ഐഷു? ആ കൊടുത്തു അപ്പച്ചി. നീ ഇവിടെ വന്നിട്ട് കുറച്ചില്ലായില്ല ഐഷു. അതിനിടയിൽ ജോബ് നോക്കാൻ തുടങ്ങിയ നീ? എപ്പോഴേ കൊടുത്താലും ജോബ് കിട്ടും അമ്മച്ചി. ആ ശരി, നീ കഴിക്കും. ഹലോ, അതെ, ആ അയച്ചിരുന്നു. റിയലി? താങ്ക് യു. ഉമ്മച്ചി, ബാപ്പച്ചി, ഇക്ക, ഇത്താത്ത, എല്ലാരും നിങ്ങൾ വന്നേ. എന്താ ഐഷു? എന്താ? ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ അച്ഛാ, നീ വേഗം പറഞ്ഞാട്ടെ. അനക്ക് അടുക്കളയിൽ ഒരുപാട് പണിയുള്ളതാ. പറയാ ഉമ്മച്ചി, നിങ്ങൾ സബൂറാക്ക്. എനിക്ക് ചെന്നൈയിലെ ജോബ് കിട്ടി. ആണോ ഐഷു? മാഷാല്ലാ. മാഷാല്ലാ, ഉമ്മച്ചിക്ക് ഒരുപാട് സന്തോഷായി ഐഷു. ഓഹോ, കൺഗ്രാറ്റുലേഷൻസ്. അപ്പോ എപ്പോഴാണ് നീ ജോയിൻ ചെയ്യണ്ടേ? ഈ മാസം ലാസ്റ്റ് എനിക്ക് പോണം. അടുത്ത മാസം ഫസ്റ്റിനാ ജോയിൻ ചെയ്യേണ്ടത്. നീ എന്നാണോ പോന്നേ? ജുനേദും എവിടെയാ? ഓനും എന്നാ പോന്നേ? നീ എന്നാ ഓന്റെ പേരും പോടൂ? അനക്കൊറ്റ പോവാൻ അറിയാം. അപ്പോ നമ്മളാരും വരണ്ടല്ല? അങ്ങനെയല്ല, ഇങ്ങളെല്ലാരും വരണം. അനക്കൊറ്റ പോവാൻ പേടിയാ. അല്ല, നീ അല്ലിപ്പോ പറഞ്ഞ എനിക്ക് ഒറ്റ പോവാൻ പേടിയില്ലാന്ന്? അത് ഞാൻ വെറുതെ പറഞ്ഞതാ. തൽക്കാലം നീ ഓന്റെ പേരം പോയാ മതി കേട്ടാ. അതെ, അത് ശരിയാ. ഓനാകുമ്പോ ആ സ്ഥലം നല്ലോണം അറിയാം. ഇക്കാക്ക, അനക്ക് കുറച്ച് ഡ്രസ് എടുക്കാൻ പോണം. ഈ എന്റെ കൂടെ ഒന്ന് വരുവാ? അനക്കൊന്നും കയ്യില്ല, അനക്ക് കുറച്ച് ജോലിയുണ്ട് ഇടാ. അപ്പൊ ഞാൻ ആലപ്പുഴ പോവാ. ഹലോ, എടാ റാഷികേ, ഈ ഫ്രീ ആന്നാ? അല്ലടാ, അനക്ക് കുറച്ച് പണിയുണ്ട്. എന്തേലും കേടിയും പോണേയാ? ആടാ, അനക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ പോണെന്നുണ്ടേനു. അതെയാ? എടാ ഐഷു ഓക്കും ഡ്രസ്സ് എടുക്കണം എന്ന് പറയുന്നുണ്ട്. നീ എന്നാ ഓളപ്പുറം പോന്നാ? ഓക്ക് പോണെന്നുണ്ടാ? എന്നാ ഓൾറെഡി റെഡി ആയിട്ട് നിക്കാൻ പറ. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ അവിടെ അടുത്തു. അതെയാ? ആ, ഞാൻ പറയാം. കേട്ടല്ല, ഇപ്പൊ റെഡിയാവാൻ നോക്ക്. ഇക്കാക്ക, അനക്ക് ഡ്രസ് എടുക്കാൻ പോണെന്ന് എന്തിനാ നിങ്ങൾ ഓരോട് പറഞ്ഞേ? അപ്പൊ എനിക്ക് പോണ്ടേ? പോണം, പക്ഷേ ഒരു പക്ഷിയില്ല. നീ ഇപ്പൊ റെഡിയാവാൻ നോക്കട്ടെ. ഓനിപ്പോ എടുത്തു. ഇത് കഷ്ടമായത്. റാഷി, റാഷി, കടന്ന് കാറിൻ്റെ അവിടെ പുല്ലേ ഇടിയുണ്ട്. അല്ലടാ, നിന്റെ ചെറുത് കൊടുത്തു. ഇന്ന് ഏതാ മോനെ ദിവസം? തിങ്കളാഴ്ച അല്ലേ? അതേലോ, തിങ്കളാഴ്ച സാധാരണ പിള്ളേർ എവിടെ പോവും അവിടെ തന്നെയുണ്ട് എൻ്റെ ചെറുത്. എന്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ ഓള് ജോലിക്ക് പോയി. ഉപ്പിയമ്മ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. ഉപ്പാന്റെ അനിയത്തിന്റെ മോള് പ്രസവിച്ചിട്ടുണ്ട്. ആര്? നമ്മുടെ സൂറയാ. ആടാ, നിന്റെ അപ്പുറം പഠിച്ച പെണ്ണെല്ലാം കെട്ടി 2 പെറ്റ്. എന്റെ മോളെ കല്യാണം ആകുമ്പോഴത്തേക്കെങ്കിൽ നിന്റെ കല്യാണം കാണാൻ കഴിയുവാടാ എനക്ക്? കളിയാക്കൊന്നും വേണ്ട. എന്റെ പെണ്ണ് എവിടെയെങ്കിലും അവൾക്ക് കാത്തു നിൽക്കുന്നുണ്ടോ? ഉണ്ട്, ഈ പൊരേ തന്നെയുണ്ട്. അല്ലടാ, ഓള് റെഡിയായാ? ഓ അതന്നെ, നീ ഒന്നോളെ വിളിച്ചാട്ടെ. ഇല്ലടാ, നീ വിളിക്ക്. മാല കളിക്കാണ്ട് വിളിക്കടേക്കാ. ഐഷ. ആ വരുന്നിക്ക. ഇക്കയാ? അതെപ്പം മുതല്? അതോള് നീയാന്ന് വിചാരിച്ചിട്ടുണ്ടാവടാ. പോകാം. ആ, ശരിയെന്നാ. ആ, ഫുഡ് കഴിച്ചിട്ട് പോവാം. വേണ്ട, വീട്ടിൽ ഉമ്മി ഒറ്റക്കാ. ആ, പോവാം. ആ, എല്ലാരോടും എന്നാ ഞാൻ പോവാ. ആയിക്കോട്ടെ. അറിയില്ലടാ. അതെ, പാട്ട് വെച്ചോട്ടെ? ആ, നീ വെച്ചോ. കണ്ണോട് കണ്ണോട് നോക്കി നിൽക്കെ
ഉലകിൽ താമസിച്ചാൽ മാപ്പുതരാം രാക്ഷസി, സമ്മതമായി ചേർന്ന് നിന്നാൽ ഉമ്മതരാം രാക്ഷസി. എന്തേ പാട്ട് വയ്ക്കുന്നില്ലേ? ഓ വേണ്ട. ഐഷ, നിനക്കിപ്പോഴും എന്നോട് ദേഷ്യമുണ്ടോ? എനിക്കിപ്പോൾ ആരോടും ദേഷ്യമൊന്നുമില്ല. പിന്നെ എന്തിനാ താൻ അവോയ്ഡ് ചെയ്തേ? ഞാനാണോ അവോയ്ഡ് ചെയ്തത്? ഞാനതൊക്കെ അപ്പം തന്നെ വിട്ടുകളഞ്ഞതാ. ഞാൻ വരുമ്പോൾ നിങ്ങൾ എന്നെ അവോയ്ഡ് ചെയ്തേ. അത് അന്നിക്ക് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ MBBS കുറിച്ച് ചിന്തിച്ചു പോലും നോക്കാത്ത ഞാൻ ഇപ്പം MBBS എടുക്കില്ലായിരുന്നു. അതിന് ഞാൻ ഇക്കയോട് ഒരുപാട് നന്ദി പറയണം. അല്ല, നീ ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്തേക്കുന്നേ? ഗൈനക്കോളജി. ഓ, അല്ല, ഇക്ക ഇപ്പം അവിടെ എന്താ ചെയ്യുന്നേ? ഞാൻ അവിടെ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യാ. ഓ, ശരി, എന്നാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. വിളിക്കാം. ഐഷു, എന്തേക്കാ? എനിക്കിനോടൊരു കാര്യം ചോദിക്കാനേനു. നിങ്ങൾ ചോദിക്കുക. അത് നീ അത് ഏത് രീതിയിൽ എടുക്കും എനക്കറിയില്ല, പക്ഷേ ഇത് ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് ചോദിക്കണതാ. നിങ്ങൾ ആളെ മടിയാക്കേണ്ട കാര്യം പറയിക്ക. ഐഷു, അതൊക്കെ എന്നെ ഇഷ്ടാ. വില്യു മാരി മീ? പൊന്നു പോലെ നോക്കിക്കോളാം ഞാൻ. ഒന്ന് വട്ടം ചുറ്റിച്ചാലോ? ഒന്നില്ലെങ്കിലും എൻ്റെ അടുത്തൊന്നും അങ്ങനെ പറഞ്ഞതല്ലേ. ഈ എന്താ ആലോചിക്കണേ? ജുനദിക്ക, നിങ്ങളെന്ന് എന്നോട് പറഞ്ഞതിന് ശേഷം ഞാൻ ആ പൂതി എൻ്റെ മനസ്സിൽ നിന്ന് കളഞ്ഞതാ. നിങ്ങളെ ഞാൻ എൻ്റെ ഇക്കാൻ്റെ സ്ഥാനത്ത് ഇപ്പൊ കാണുന്നേ. അതുകൊണ്ട് ഇത് നടക്കൂല. ഇറ്റ്സ് ഓക്കെ. ഇനി അത് മനസ്സിൽ വെച്ച് അന്നത്തെ പോലെ ഒഴിവാക്കി നടക്കണ്ട. നമുക്ക് ഇപ്പോഴത്തെ പോലെ തന്നെ ഫ്രണ്ട്സ് ആയിട്ട് പോവാം. ഞാൻ കൊണ്ടാക്കാം. മോളെ ഐഷു. എന്താ ബാപ്പച്ചി? മോളെ, എനിക്കിപ്പോ പ്രായം 24 കഴിഞ്ഞ്. അപ്പോ ഇനി നിക്കാഹിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നേ. എനിക്ക് നിക്കാഹിന് സമ്മതാണോ മോളെ? അത് ബാപ്പച്ചിയുടെ ഇഷ്ടം. ഇനി എന്റെ മനസ്സിലായാലുണ്ടെങ്കിൽ പറ, നമുക്ക് നോക്കാം. ജുനീദിക്കയുടെ കാര്യം ഇപ്പൊ പറഞ്ഞാൽ ശരിയാവില്ല. ഇല്ല ബാപ്പച്ചി. എന്നാ മോള് ചെല്ല്. എന്നാലും ഞാനെന്തിനാ അങ്ങനെ പറഞ്ഞേ? എനിക്ക് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ പോരെ എനിക്ക് ജുനീദിക്കാൻ ഇഷ്ടമെന്ന്? എന്തായാലും വയ്യ വേണ്ട വേണ്ട എന്ന് പറയുമ്പം അന്റിക്കാക്കിയെ തന്നെ ജുനീദിക്കാന്റെ പേരിട്ടോളൂ. അപ്പൊ പറയാം. മോളെ ഐഷു. എന്താ ബാപ്പച്ചി? മോളെ, എന്റെ നിക്കാഹ് ഞങ്ങൾ ഉറപ്പിച്ച്. അടുത്ത മാസം 12-ന് ഉറപ്പിച്ചേ. ഇനിയാകെ 5 ആഴ്ചയുള്ളൂ. ബാപ്പച്ചി, എന്നോട് ഞാനൊന്ന് ചോദിച്ചപ്പോ എന്റെ മനസ്സിൽ ആരില്ലാന്ന് പറഞ്ഞപ്പോ പാപ്പച്ചിക്ക് സന്തോഷായി. അല്ല, ഇനി ആരും ഉണ്ടെങ്കിൽ തന്നെ ചെക്കൻ നല്ലതാണെങ്കിൽ ഇന്നോരെ കൊണ്ട് നമ്മള് കിട്ടിക്കും. ഇപ്പൊ മോക്ക് ആരും ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് ബാപ്പച്ചി നിക്കാഹ് ഉറപ്പിച്ച്. മോളി നിക്കാഹ് വേണ്ടാന്ന് പറയില്ല എന്നുള്ള വിശ്വാസത്തിലാ ബാപ്പച്ചി നിക്കാഹ് ഉറപ്പിച്ച്. അവസാന നിമിഷം മോള് പാപ്പച്ചിന്റെ ചതിക്കറ്. മോക്ക് സമ്മതല്ലേ? ബാപ്പച്ചി, ഈ എന്ത് പണി ഐഷ ഈ ചെയ്തേ? എനിക്ക് ജുനൈദിക്കാൻ ഇഷ്ടമല്ലേ, പിന്നെ നീ എന്തിനെ നിക്കാഹിന് സമ്മതിച്ചേ? ബാപ്പച്ചി എന്നോടുള്ള വിശ്വാസം കൊണ്ടാ ആ നിക്കാഹ് സമ്മതിച്ചേ. എന്നോട് ആദ്യം വേണ്ട ബാപ്പച്ചിയുടെ കാര്യം ചോദിക്കണേ. ഞാനിപ്പോ വേണ്ടാന്ന് പറഞ്ഞ തളർന്നു പോവാ പാവം. ആബി, റബ്ബേ, ആരൊക്കെയായത്? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. സുഖല്ലേടാ? ആടാ, ഞമ്മളിന്ന് ഇറങ്ങണമെന്ന് കരുതിയിരുന്നോ? എന്താടാ പറയാം. ആദ്യം നിങ്ങൾ വന്ന കാര്യം പറയും. ഖദീജ, ഈ പോരുമ്പോ 2 ഗ്ലാസ് ജ്യൂസ് എടുത്തേ. ശരിക്കാ. ഞാനെന്നാ അന്ന് അടുക്കളയിലേക്ക്. വിരുന്ന് വന്നിട്ട് അടുക്കളയിൽ പോക്കാ? ഞമ്മളീ പൊരയില് വിരുന്നുകാരടാ ആബി. ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഈ ചെല്ലടി. പിള്ളേരില്ലേ? ഇല്ല, എല്ലാരും മുബീന്റെ പറക്ക് പോയി. ഓ, അല്ല, ആരൊക്കെയാ വന്നേക്കുന്നേ? എന്താടി വിശേഷിച്ച്? അതൊക്കെ ഉണ്ട്. ഇവിടെ ഒരു വിശേഷമുണ്ട്. അത് പറയാൻ ഞങ്ങൾ അങ്ങ് ഇറക്കാനിരിക്കുമായിരുന്നു. ഞങ്ങൾ വരാണ്ടിരിക്കുമ്പോഴൊക്കെ നിങ്ങൾ ആരും ഉണ്ടാവില്ലല്ലോ. അത് ആബിദൊക്കെ പറയുന്ന കേട്ട് ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാന്ന് കരുതിയതാ. അപ്പോഴാ ഉമ്മച്ചിക്ക് തീരെ കയ്യാണ്ടായി. അപ്പൊ പിന്നെ വരാൻ പറ്റില്ലല്ലോ. അത് ചോദിക്കാൻ വിട്ടുപോയി. ഉമ്മച്ചിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്?
കുഴപ്പമില്ല, ഞങ്ങളെ കൂടെ ഇങ്ങ് വന്നിട്ടുണ്ടായിരുന്നു. ഓ അതെയാ, ബാ. അപ്പോൾ ഇനി നമ്മ വന്ന കാര്യം പറയാം അല്ലേ? അത് വേറൊന്നുമല്ല, നമ്മളെ ജുനൈദിന്റെ നിക്കാഹായി വരുന്ന 12-ന്. അപ്പോൾ ഈ കുടുംബത്തോടെ അങ്ങെത്തണം. അന്ന് ഞമ്മക്ക് വരാൻ പറ്റില്ലടാ. എന്നോട് ഞാൻ വിശേഷം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? ഈ വരുന്ന 12-ന് നമ്മൾ ഐശുവിന് നിക്കാഹ. ആഹാ, രണ്ടുപേരുടെ നിക്കാഹ് ഒരുമിച്ചാണല്ലോ. ആ അതെ, പക്ഷെ ഈ ബേജാറാവണ്ട. നിക്കാഹ് കഴിഞ്ഞാ പയ്യനെയും കൂട്ടിയിട്ട് നമ്മൾ അങ്ങെത്തും. അതെ, ഓനും നമ്മളെ മോനെന്നല്ലേ. അപ്പോ നമ്മൾ വരാണ്ട് നിക്കുക. ശരിയെന്നാ, ഇനിയും കുറച്ചുപേര് വിളിക്കാനുണ്ട്. ഉമ്മച്ചിക്ക് വയ്യാത്തോണ്ട് വിളിക്കല് കുറെ നിന്നുപോയി. അതൊക്കെ വിളിച്ചു തീർക്കണം. ആ ഐഷ, നീ ഇത് മറ്റന്നാ നിന്നെ നിക്കാഹാടി. ഈ ആഗ്രഹിച്ച ജീവിതമായിരിക്കൂല ഓരോ പുറേ നിനക്ക് കിട്ടാ. പിന്നെ ഞാൻ എന്താ വേണ്ടേ? ആരോടെങ്കിലും ഒന്ന് തുറന്ന് പറ നീ. എടാ രാശി, നിന്റെ ആശ ചോദിച്ചിനെ. ഓള് മോളിലുണ്ട്. ആ ബാബച്ചി. എന്താ ഐശു? രാശിക്ക, എന്താ എന്റെ കുഞ്ഞിന്? ഇക്കാക്ക, അനക്ക് ഈ നിക്കാഹ് വേണ്ട ഇക്കാക്ക. നീ ഇതെന്താ പറയണേ? രാശിക്ക, അതെ താഴെ. ഇവൾക്കിതെന്ത് പറ്റി? ഇവളെന്തിനീ കരയുന്നു? സത്യം, അനക്ക് ഓരോരോ ജീവിക്കണ്ട. ഇതിനു മുമ്പൊന്നും ഞാൻ കണ്ടിട്ട് കൂടിയില്ല. ഞാൻ അനക്ക് ചുനീദിക്കാൻ ഇഷ്ടം. ഞാൻ ആഗ്രഹിച്ചതും കിനാവ് കണ്ടതെല്ലാം ഓരോ കൂടെ ജീവിക്കാനോ. എനിക്ക് ചുനീദിക്കാനും മതി ഇക്കാക്ക. നിന്നെ ഞാനിപ്പോ എന്താ ചെയ്യേണ്ട ഐശു? അന്ന് ബാപ്പ നിക്കാഹ് ഉറപ്പിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ഞാൻ ഇവിടെ നിന്നോട് മാറി മാറി ചോദിച്ചില്ലേ എനിക്ക് ശരിക്കും നിക്കാഹിന് സമ്മതാണോ ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇഷ്ടമാണോന്ന്? അപ്പൊ ഈ എന്താ പറഞ്ഞേ? എനിക്ക് ആരും ഇഷ്ടമല്ല എന്നല്ലേ? ഇനി നീ എന്ത് വിചാരിച്ചിട്ടും എനിക്ക് ഓനെ കിട്ടാൻ പോകുന്നില്ല ഐശു. ഓന്റെ നിക്കാഹ മാറ്റുന്ന നിന്റെ നിക്കാഹിന്റെ അന്ന്. ഇത് നിന്റെ അടുത്ത് മറിച്ചു വെച്ചത് എനിക്ക് സങ്കടാകണ്ടെന്ന് കരുതിയിട്ടാ. പക്ഷെ നിനക്ക് ഓൻ ഇഷ്ടം എന്നെടുത്ത് ഒരു വാക്ക് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? അത് ഇതാ സംഭവിച്ചത്. പക്ഷെ ഇതിത്ര സീരിയസ് ആവുമെന്ന് ഞാൻ കരുതിയതല്ല. ഇനി ഇത് മാത്രം നീ അറിയാണ്ട് നിക്കണ്ട. അന്ന് നിന്നോ പ്രപ്പോസ് ചെയ്തത് നിന്നെ നിക്കാഹ് കഴിക്കാൻ വേണ്ടിയിട്ടാ. പണ്ട് ചെറുതിലെ പറയുമായിരുന്നു വലുതായ ഐഷും ജുനൂറുള്ളതാണെന്ന്. പക്ഷേ നിന്റെ ഒറ്റ പറച്ചില് എല്ലാം നശിക്കും. ഇക്ക മതി, അവളിനെ ഒറ്റയ്ക്കിരിക്കട്ടെ. നിനക്കിപ്പോ സമാധാനായി കാണുമല്ലോ. അന്നേരം ഞാൻ നിന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറഞ്ഞതാ. എല്ലാം എന്റെ തെറ്റാ. ഞാനെന്താ പറഞ്ഞിരുന്നെങ്കിൽ ജുനൈദിനും ഹനവാട്ടായിട്ട് ഞാൻ ഉണ്ടാവുമായിരുന്നു. ഞാൻ തന്നെ വരുത്തി വെച്ചതല്ല. ഞാനായിട്ട് തന്നെ അനുഭവിച്ച് തീർക്കും വേണം. ഓരോ നമ്മളെ കിട്ടിയാലും മനസ്സിൽ ജുനൈദൊക്കെ മാത്രമായിരിക്കും എന്നും. ഇക്ക, ഇനി ഓള് വല്ലതും? ഏയ്, ഒന്നും ചെയ്യില്ല. ഓളെ പൂച്ച വലുതാക്കിയത് ബാപ്പച്ചി ഉമ്മച്ചിയോ. നമ്മളെ സ്വപ്നം കാണാനും കഷ്ടപ്പെടാനും എന്തു വന്നാലും തളരാതെ മുന്നോട്ട് പോകാനും പഠിപ്പിച്ച ഞങ്ങളെ വളർത്തി. അതുകൊണ്ട് ഓൾ അങ്ങനെ ചെയ്യൂല. നീ ഒന്ന് ചിരിക്ക യേശു. വെറുതെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഈ കരയേണ്ട ഐശു. എനിക്ക് ഇക്കാക്കന് വിശ്വാസമില്ലേ? ഉണ്ട്. ഈ നിക്കാഹ് കഴിഞ്ഞ ഇക്കാക്കന്റെ മോളുടെ ജീവിതം ഹാപ്പി ആയിട്ട് പോവും. നിന്നെ ഓൻ പൊന്നുപോലെ നോക്കും. ഇത് ഇക്കാക്കന്റെ വാക്കാ. അത് വെറുതെ ആവൂല. നീ ധൈര്യമായിട്ടിരിക്കി. ഇനിയെങ്കിലും ഒന്ന് ചിരിക്കടി. ജനിമൃതിയിലും നീയേ അതിമധുര ചുംബന നേരം അറിയുമനുപമരാഗം ചിരപ്രണയമേ പ്രണയമേ അണയുമോ അരികിലായി നീലാഞ്ജന കണ്ണഴകേ മുബീത്ത, ജുനൈദക്ക് എന്തേടാ? അത് നാളെ ഓന്റെ നിക്കാഹല്ലേ. അപ്പോ ഓരിൽ നിന്ന് വരാന്ന് പറഞ്ഞ് നാളെ നമ്മൾ അങ്ങോട്ട് കഴിയും.
മുഖത്തേന്ന് നോക്കടി. ആരംഭം തൂളും ചെങ്കതിർ മുഖം മാറും കണ്ട് നേരം പൊക്കറിയാതെ ഞാനേ ഇന്ന് ആനന്ദിച്ചാശിക്കുന്ന മലർ വിരിഞ്ഞതിലൂറും തേനൊന്ന് കുടിച്ചിടുവാനേ. നോക്ക്, നീ ആഗ്രഹിച്ച ജീവിതം എനിക്ക് കെട്ടാൻ പോണേ. സന്തോഷത്തോടെ ചിരിച്ചു നിൽക്ക്. ഇപ്പൊ നീ നടക്ക്. ഞാനേ ഇന്ന് ആനന്ദിച്ചാശിക്കുന്ന മലർ വിരിഞ്ഞതിലൂറും തേനൊന്ന് കുടിച്ചിടുവാനേ. പേരിമ്പക്കനിയാളോടുള്ളിൽ എനിക്ക് നിറഞ്ഞ് പ്രേമത്തിൻ മരുന്നൊരു തുള്ളി തരുവാൻ പറഞ്ഞ് സാരം വച്ചെഴുത്താനും കള്ളികളെല്ലാം അറിഞ്ഞ് താമരപ്പൂവൊരു വാക്കം വിള്ളിയതില്ല തിരിഞ്ഞ് കണ്ണാടേ പല്ല് മുത്തു നിരത്തതിനൊത്തൊരു വിത്തൊരു പെണ്ണാടേ നിന്റെ തേനരം പവിടച്ചിരിയുന്ന ഞാനൊരിത്തു ഉണച്ചിടുമെന്ന് മുത്തേ മോഹബത്തിന്റെ സ്വത്തെ പുന്നാരക്കുട്ടി തത്തെ ക്ഷണമെനിക്ക് നല്ലൊരു മറുപടി തന്നിട ദേവി മുല്ല മലർമണമുള്ളൊരു ബീവി. മാഞ്ഞാലം കൊഞ്ചി കൊഞ്ചി കണ്ണും വെട്ടിച്ചെന്നെ കണ്ടാൽ പാഞ്ഞൊളിച്ചിടുന്നെന്തിനാണ് നിന്റെ മാരനായി എടുക്കുവാൻ എന്നെ പറ്റുന്നില്ലെങ്കിൽ പിന്നാരാണ് ഈ ഉലകത്തിൽ തേനേ. കാഞ്ഞിരക്കുരുവാക്കി എന്നെ നീ ഒട്ടും തള്ളണ്ട, കാണാൻ മൊഞ്ചുണ്ടെന്നച്ച് നിന്നിടം വിട്ട് തുള്ളണ്ട. സന്തോഷായില്ലേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. എല്ലാവരും ചേർന്ന് എന്നൊരു പൊട്ടിയാക്കുമായിരുന്നല്ലേ? ഞാൻ അവിടെ കിടന്ന് കരഞ്ഞതിന് ഒരു കയ്യും കണക്കുമില്ല. നിനക്ക് സങ്കടമായെങ്കിൽ സോറി. ഇത് നിന്റെ ഇക്കാക്കാന്റെ പ്ലാനായിരുന്നു. ഫ്ലാഷ് ബാക്ക്. എന്താ മോനെ ഇടാ? അത് പാപ്പച്ചി, ഞാനൊരു കാര്യം. ആ പറയടാ. പാപ്പച്ചി, അനക്ക് ഐശുവിന് ഇഷ്ടാണ്. ഓലെ ഞങ്ങൾക്ക് കെട്ടിച്ചിരുവാ. പൊന്നു പോലെ നോക്കോളാം. എങ്ങൾക്കൊക്കെ അറിയാതെ ഞങ്ങൾക്ക് അത്ര ഇഷ്ടാണെന്ന്. പക്ഷേ തുറന്നു പറഞ്ഞിട്ടില്ല എന്നല്ലേ ഉള്ളൂ. അത് മോനെ, ഓളിഷ്ടപ്പറയാണ്ട് ഞാൻ ഓളോടത് ചോദിക്കാം. അതിനു മുമ്പ് നിങ്ങളായിട്ടൊന്നും പറയണ്ട. എന്നിട്ടാ ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്യാൻ വന്നേ. അപ്പോ ഈ നോ പറഞ്ഞ്. നീ പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോ നിന്റെ ഇക്കാക്ക് എന്നെ വിളിച്ച് വീട്ടിലോട്ട് വരാൻ പറഞ്ഞു. എന്താടാ, എല്ലാരും ഉണ്ടല്ലോ. ഐഷു എവിടെ? ഓൾ അക്ഷയയിൽ പോയി. നിനക്ക് ഐഷുവിനെ നിക്കാഹ് കഴിക്കണോ വേണ്ടയോ? അതിന് ഓൾക്ക് സമ്മതമല്ലല്ലോ. നിനക്ക് കഴിക്കണോ വേണ്ടയോ? കഴിക്കണമെന്നുണ്ട്. ബട്ട് നിനക്ക് വേണോ എന്ന് നമ്മ ചോദിച്ചിട്ടു. പക്ഷേ എങ്ങനെ അവളുടെ സമ്മതമില്ലാതെ? ആവശ്യമുള്ള നേരത്തെ ഒരു സാധനം വരെയൊക്കെ വർക്ക് ചെയ്ത് പൈപ്പ് പൊട്ടത് ശരിയാക്കാൻ പറഞ്ഞ ഒരെണ്ണത്തിന്റെ കയ്യില. എല്ലാം നശിപ്പിക്കാനായിട്ട് അവന്റെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ ഇടാ. ഷോ, ഈ ഉമ്മച്ചീനെ കൊണ്ട്. തൽക്കാലം നീ ഐഷുവിന്റെ ബാത്റൂമിൽ പൊക്കോടി. മുബീത്ത് ആ റൂമിലുള്ളത് അറിയാതെയാ നീ ആ റൂമിലോട്ട് കയറി വന്ന്. എന്നാലും ഞാൻ അങ്ങനെ പറഞ്ഞേ, എനിക്ക് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ പോലെ എനിക്ക് ജുനീദ്ഖാൻ ഇഷ്ടമാണ്. ആ എന്തായാലും വയ്യ വേണ്ട വേണ്ടെന്ന് പറയുമ്പോൾ അന്തിക്കാക്കിയിട്ട് തന്നെ ജുനീദ്ഖാനെ പേരിട്ടോളൂ. അപ്പൊ പറയാം. അപ്പൊ അതാണ് പൊന്നുമോളെ ഉദ്ദേശം. ഞാനൊരു ഐഡിയ പറയാം. നമുക്ക് തിരിച്ചൊരു പണി കൊടുക്കാം. വല്ലാത്തൊരു ഐഡിയ ആയിപ്പോയി. ഓരോ നിമിഷം ഉള്ളു ബേജാറാവില്ലെന്ന്. ഇപ്പൊ സമാധാനായി. നീ എന്റെ മുത്തല്ലേ? മുത്തല്ല, തേങ്ങ. പെണങ്ങല്ലടി. മാറി നിന്നോ? മാറി നിൽക്കാനാ? ഇത് നമ്മളെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? അത് അവസാന രാത്രിയാക്കാനും എനക്കറിയാം. ഷോ, ഈ പെണ്ണിന്റെ ഒരു കാര്യം. ഉറങ്ങിയില്ലേ? എന്ത് പറ്റി? ഖദീജ, നമ്മുടെ മോളെ നിക്കാഹ് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ ഓളിന് വേറെ പോരയിലേക്കാ.
എന്റെ ഉള്ളു കിടന്ന് പെടയാ. എന്നെ നിക്കാഹഴിച്ച് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴും റാഷി മുബീനെ നിക്കാഹഴിച്ചു കൊണ്ടുവന്നപ്പോഴും ഓരോ ബാപ്പമാരെ നിന്നും ഇതുപോലെ പെടുന്നു കാണൂലേ? അനക്കറിയാം ഓൻ എൻ്റെ മോളെ നന്നായിട്ട് നോക്കൂന്ന്. പക്ഷേ നാളെ മുതൽ ഓള് വേറെ പൊരലെന്ന് അറിയിക്കുമ്പോ അതിനെന്തായിക്ക, നമുക്ക് കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ നമുക്ക് അങ്ങോട്ട് പോയി കാണാലോ. എന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞില്ലടാ സുബൈക്കണിച്ച് നിസ്കരിച്ച് പിന്നെ കിടക്കരുതെന്ന്. അതിന് ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല ഉമ്മച്ചി, അതുകൊണ്ട് കിടന്ന് ഉറങ്ങിപ്പോയതാണ്. ഇന്നലെ എന്തേലും റൂമിനോടൊന്ന് ഒച്ചപ്പാടും ബഹളൂ. ഞാൻ ഇച്ചുവിനെ ഓളാ വീട്ടിൽ പറഞ്ഞേച്ചേനാ ബാപ്പച്ചി ഓളെന്നെ ഇങ്ങനെ തല്ലിക്കൊന്നു. അതെന്തിനു? ഓൾ ഒരാഴ്ച സ്കൂളിൽ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാ ബാപ്പച്ചി എന്റെ കയ്യും കാലും പിടിച്ചിട്ട് പറഞ്ഞേച്ചിനി. പക്ഷെ ഞാനിത് വല്ലത് പറഞ്ഞു. അയ്യോ, നിന്റെ പ്രടായിപ്പൊന്നും നിന്റെ മൂക്കില്ല മോനെ. ആഹാ, ഇതെല്ലാരും ഉണ്ടല്ലോ. നീ ചത്തില്ലേ? അതെന്താണ് അങ്ങനെ ഒരു ഡോക്ക്? അല്ല, നീ ഇന്നലെ ചെറുതായിട്ടൊന്ന് കെട്ടിയത് എന്റെ പങ്ങളേനു. ഉമ്മച്ചി ചായ. സമയത്തായി നിന്റെ വിചാരം? മൂട്ടില് വെയിലടിച്ചാൽ മാത്രം എനിക്ക് കണ്ടുട്ടാ. ഇന്നലത്തെ ഷോക്കെല്ലാം മാറണ്ട ഉമ്മച്ചി. അത് പറഞ്ഞപ്പോഴോ ഉമ്മച്ചി, നിങ്ങളെ മോനും മോൻ്റെ ഒക്കും ഒരു ഓസ്കാർ അവാർഡ് കൊടുക്കണം. അതിനാടി അമ്മാരി അഭിനയല്ലേ രണ്ടും കൂടി എന്റെ മുന്നിൽ അഭിനയിച്ചിനി. എന്റെ അമ്പോ. താങ്ക് യു. ബാപ്പച്ചി, ഉമ്മ, ഞാൻ പോയിട്ട് വരാം. മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കണം, ആരോഗ്യം ശ്രദ്ധിക്കണം. മുബീത്തെ ഏൽപ്പിക്കാൻ ഞാൻ ഇവരെയൊക്കെ ഇച്ചു വന്നിട്ടാകുമ്പോ എല്ലാവരും അങ്ങോട്ടേക്ക് വാ. ഞങ്ങളെന്നാ ഇറങ്ങാം. കഴിഞ്ഞ് ഇത്രേ ഉള്ളൂ. ഇനി 3 മുമ്പേ കിടന്നുറങ്ങിയാട്ടെ.